ലഹരിക്കടിമകളായ യുവാക്കൾ നടത്തുന്ന അതിക്രമങ്ങളും കൊലപാതകങ്ങളുമൊക്കെ സമൂഹത്തിൽ വല്ലാതെ വർദ്ധിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ യുവതലമുറ, നമ്മുടെ ചെറുപ്പക്കാർ എത്രത്തോളം ലഹരിക്ക് അടിമകളായിരിക്കുന്നു എന്നുള്ളത്. ഓരോ ദിവസവും ലഹരിയുമായി ബന്ധപ്പെട്ട് ലഹരി വീര്യത്തിൽ ചെയ്യുന്ന കൊലപാതകങ്ങൾ, മർദ്ദനങ്ങളൊക്കെ നമ്മളെ വല്ലാതെ അമ്പരപ്പിക്കുന്നുണ്ട്. കൊല്ലം കൊട്ടിയത്ത് നിന്ന് ഇന്ന് വന്നൊരു വാർത്ത നമ്മുടെ മനസാക്ഷിയെ വല്ലാതെ അമ്പരപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്ത ഒന്നാണ്. ലഹരിക്കടിമ യുവാവ് മാതാവിനെ കഴുത്തറുത്ത് കൊന്ന ശേഷം ജീവനൊടുക്കി. മാതാവ് എന്ന് പറയുന്നത് നമുക്കറിയാം എത്രത്തോളം ബന്ധം പുലർത്തുന്ന, എത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ട ഒരാളാണ് എന്നുള്ളത്. ലഹരി വല്ലാതെ ബാധിച്ച് ലഹരിയുടെ വല്ലാത്ത അവസ്ഥയിൽ മാതാവാണോ, പിതാവാണോ, സഹോദരിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ആളുകൾ മാറുക എന്നുള്ളത് എത്ര ഭയാനകമാണ്. നാടിനെയാകെ ആ കൊലപാതകം ഞെട്ടിച്ചു. പത്തനംതിട്ടയിൽ യുവാവ് ബന്ധുവീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം മദ്യലഹരിയിലുള്ള വഴക്കെ തുടർന്നുണ്ടായ കൊലപാതകമാണെന്നാണ് സൂചന. തിരുവനന്തപുരം കൈമനത്ത് സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ ആൺ സുഹൃത്തിലേക്ക് സംശയമുന നീളുകയാണ്. നാടിനടുക്കിയ ഇത്തരം വാർത്തകളിലേക്ക് നമുക്ക് വരണം. അതിനു മുൻപ് തിരുവനന്തപുരത്തെ ഒരു കൊടും ക്രിമിനലായ ഒരു അഭിഭാഷകൻ അഴിക്കുള്ളിലായ ഒരു വാർത്തയുണ്ട്. നമുക്കറിയാം, ഈ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം ജൂനിയർ അഭിഭാഷകയെ, ഒരു വനിതാ സഹപ്രവർത്തകയെ ഉപദ്രവിച്ച വിഷയത്തിൽ വലിയ തോതിൽ പോലീസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. ഇയാളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള, അതായത് വനിതാ അഭിഭാഷകയെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ബെയ്ലിൻ ദാസ് എന്ന അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകയെ അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ റിമാൻഡിലായിരിക്കുകയാണ്. സ്വാഗതം പോലീസ് പെട്രോളിലേക്ക്. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ ബെയ്ലിൻ ദാസ് ഇന്ന് റിമാൻഡിലായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇയാളെ റിമാൻഡിലേക്ക് പോലീസ് വിട്ടിരിക്കുന്നത്. ഇയാളുടെ ജാമ്യാപേക്ഷ അടുത്ത ദിവസം കോടതി പരിഗണിക്കുന്നുണ്ട്. ഈ മാസം 30 വരെ ഇയാൾ ജയിലിൽ കിടക്കേണ്ടി വരും. നമുക്കറിയാം, ഇന്നലെ തിരുവനന്തപുരം കഴക്കൂട്ടത്തിനടുത്ത് സ്റ്റേഷൻ കടലിൽ വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ജൂനിയർ അഭിഭാഷകരോടുള്ള പ്രതിയുടെ സമീപനം വളരെ മോശമാണെന്ന് മുൻകാല അനുഭവങ്ങൾ എടുത്തുകാട്ടി പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ വാദിക്കുകയുണ്ടായി. ശ്യാമിലി തന്നെ മർദ്ദിച്ചുവെന്നും കണ്ണട അടിച്ചു പൊട്ടിച്ചുവെന്നുമായിരുന്നു ബെയ്ലിൻ ദാസിന്റെ വാദവും. അതേസമയം ബെയ്ലിന് ഒളിത്താവളം ഒരുക്കിയവരെയും പോലീസ് തേടുന്നുണ്ട്. ഇയാളുടെ സഹോദരനൊപ്പം, ഇയാളുടെ വള്ളക്കടവിലെ ചില സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇയാൾ ഒളിവിൽ കഴിയുന്നത് എന്ന വിവരമാണ് പുറത്തു വന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന് പിന്നാലെയാണ് വ്യാഴാഴ്ച രാത്രിയോടെ ബെയ്ലിൻ ദാസ് പിടിയിലായത്. ഇയാളുടെ ജാമ്യാപേക്ഷ ശനിയാഴ്ചയാണ് കോടതി പരിഗണിക്കുന്നത്. വഞ്ചിയൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ബെയിലിനെ റിമാൻഡ് ചെയ്തത്. അഭിഭാഷകയെ മർദ്ദിച്ചത് മനഃപൂർവ്വമല്ലെന്നും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ നിന്നുണ്ടായതാണെന്നും ബെയിലിൻ കോടതിയിൽ വാദിച്ചു. മർദ്ദനമേറ്റ അഭിഭാഷക വർഷങ്ങളായി തന്റെ ഓഫീസിൽ ജോലി ചെയ്യുകയാണ്. ഇതുവരെ മോശം അനുഭവം അവർക്കുണ്ടായിട്ടില്ല. ശ്യാമിലിയാണ് പ്രകോപനമുണ്ടാക്കിയത്. തന്നെ മർദ്ദിക്കുകയും കണ്ണടയടിച്ചു പൊട്ടിക്കുകയും ചെയ്തെന്നും ബെയിലിൻ വാദിച്ചു. ചെവിയിലേറ്റ മർദ്ദനം കേൾവിശക്തി തകരാറിലാക്കി. പുരികത്ത് നഖം കൊണ്ട് മുറിവുമുണ്ട്. പോലീസിന്റെ റിമാൻഡ് അപേക്ഷയെ എതിർത്തുകൊണ്ട് പ്രതിഭാഗം ഉന്നയിച്ച പ്രധാന വാദങ്ങൾ ഇങ്ങനെ നീളുന്നു. എന്നാൽ ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചിട്ടില്ല. ജൂനിയർ അഭിഭാഷകരോടുള്ള പ്രതിയുടെ സമീപനം വളരെ മോശമാണെന്ന് മുൻകാല സംഭവങ്ങൾ എടുത്തുകാട്ടി പ്രോസിക്യൂഷൻ വാദിച്ചു. ഗർഭിണിയായിരുന്ന സമയത്ത് പോലും ശ്യാമിലിയെ മർദ്ദിച്ചിരുന്നുവെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. കൈകൊണ്ട് മുഖത്തടിച്ചതിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമായിരുന്നു ആദ്യം ഇയാൾക്കെതിരെ കേസ് ചാർജ് ചെയ്തിരുന്നത്. എന്നാൽ കവിളിലെ എല്ലു പൊട്ടിയതുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തു. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. ബെയ്ലിൻ ദാസിനെ വ്യാഴാഴ്ച രാത്രിയാണ് തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത്.
കാർ ഓടിച്ചു പോകുന്നതായി വഞ്ചിയൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരമാണ് ബെയിലിൻ ദാസിനെ പിടികൂടുന്നതിലേക്ക് നയിച്ചത്. വഞ്ചിയൂർ പോലീസ് വിവരം തുമ്പ സ്റ്റേഷനിലേക്ക് കൈമാറുകയും തുടർന്ന് തുമ്പ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. ഇയാൾക്ക് സംരക്ഷണം ഒരുക്കിയവരെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തെ തുടർന്ന് ഒളിവിൽ പോയ ബെയിലിൻ ദാസിനെ തിരുവനന്തപുരം ബാർ അസോസിയേഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. അച്ചടക്ക സമിതി തീരുമാനം വരും വരെ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നതിന് കേരള ബാർ കൌൺസിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബെയിലിൻ ദാസിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ച ബാർ കൌൺസിൽ വിഷയം 3 അംഗ അച്ചടക്ക സമിതിക്ക് വിട്ടിരിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം കൊട്ടിയം തഴുത്തലയിൽ അമ്മയെ കൊന്ന് മകൻ ജീവനൊടുക്കി. മാതാവ് 52-കാരി നസിയത്തിനെ കഴുത്തറത്ത നിലയിലും മകൻ 31-കാരൻ ഷാനിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. കുടുംബ പ്രശ്നമാണ് അതിക്രമത്തിന് കാരണമെന്നാണ് സൂചന. സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. ഷാൻ ലഹരിക്ക് അടിമയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളും ഭാര്യയുമായും പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. പലപ്പോഴും ലഹരി ഉപയോഗിച്ച് വല്ലാത്ത മാനസികാവസ്ഥയിൽ ഇയാൾ കുടുംബത്തിൽ വഴക്കുകളും ബഹളങ്ങളും മർദ്ദനങ്ങളും ഒക്കെ പതിവായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. നസിയത്തും മകൻ ഷാനും മാത്രമായിരുന്നു വീട്ടിൽ താമസം. രാവിലെ 7 മണിവരെ ഇരുവരെയും നാട്ടുകാർ വീടിന് പുറത്ത് കണ്ടിരുന്നു. 52-കാരി നസിയത്തിനെ കഴുത്തറുത്ത നിലയിലും 31-കാരൻ ഷാനിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ലഹരിക്കടിമയായിരുന്ന ഷാൻ വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. 2 ദിവസം മുമ്പ് ഭാര്യയോട് വഴക്കിടുകയും ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. ഭാര്യ മാതാവ് ഷാനിനെതിരെ കൊട്ടിയം പോലീസിൽ പരാതി നൽകിയിരുന്നു. മകന്റെ അക്രമകാര്യങ്ങളും ഇതിലും ഭേദം താൻ ജീവനൊടുക്കുന്നതാണ് നല്ലതെന്നും നസിയത്ത് ഫോണിലൂടെ പറഞ്ഞിരുന്നതായി ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഫോൺ വിളിച്ചിട്ടെടുക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കളെത്തി നോക്കിയപ്പോഴാണ് ഇരുവരെയും വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകൻ ലഹരി ഉപയോഗിക്കുന്നതായി സംശയമുണ്ട്. അതും പോലീസ് പൂർണ്ണമായി പറയേണ്ടതാണ്. എന്തായാലും ഇത് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അങ്ങേയറ്റം ആശങ്കാജനകമായ കാര്യമാണ്. സമൂഹം എത്തി നിൽക്കുന്ന വലിയ അപകടകരമായ ഒരു അവസ്ഥയുടെ സൂചന കൂടിയാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ, മരണങ്ങൾ ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപകടകരമായ ഒരു അവസ്ഥയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. 7 മണിവരെയും ഇവരെ വീട്ടിന് പുറത്ത് കണ്ടവരുണ്ട്. അതിനുശേഷമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഫോറൻസിക് സംഘം വീട്ടിലെത്തി വിശദമായ പരിശോധനകൾ നടത്തി. നസിയത്തിന്റെ മൃതദേഹം കിടക്കുന്നിടത്തും തൂങ്ങിമരണത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. അതിനാൽ അധികം ബലപ്രയോഗത്തിലൂടെയാവില്ല മാതാവിനെ കൊലപ്പെടുത്തിയതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അമ്മയുടെ മരണം ഉറപ്പാക്കിയതിനു ശേഷം മകൻ ജീവനൊടുക്കിയതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ ഇത് തെളിയിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. കേസെടുത്ത കൊട്ടിയം പോലീസ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശദമായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. തലസ്ഥാനത്തെ ഒരു ദുരൂഹമരണത്തിന്റെ വാർത്തയിലേക്കാണ് ഇനി. കൈമനത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ യുവതിയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കരിമം സ്വദേശി ശ്രീജയാണ് മരിച്ചത്. ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതേസമയം
മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയ പശ്ചാത്തലം കൂടിയുണ്ട്. ആൺ സുഹൃത്തുമായി പിണങ്ങിയ ശേഷം ഇയാൾ ഷീജയെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നതായാണ് കുടുംബത്തിന്റെ ആരോപണം. ആൺ സുഹൃത്ത് സജികുമാറിനെ ഇതിനകം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഏതായാലും ഇയാളുമായി ബന്ധപ്പെട്ട മറ്റ് നിരവധി വഴികളിലേക്കും പോലീസ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കൈമനത്ത് ആൾപ്പാർപ്പില്ലാത്ത പറമ്പിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സ്ത്രീ തീപ്പൊള്ളലേറ്റ് മരിച്ചത്. കരിമം സ്വദേശി ഷീജയാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞു. അവിവാഹിതയായ ഷീജ കൈമനം സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ സജിയുമായി അടുപ്പത്തിലായിരുന്നു. സജിയുമായുള്ള ബന്ധം ഷീജയുടെ വീട്ടുകാർ എതിർത്തു. മെഡിക്കൽ കോളേജിൽ സ്വകാര്യ സ്ഥാപനത്തിൽ സെയിൽസ് ഗേളായ ഷീജ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. സജിയുടെ വീടിനോട് ചേർന്ന പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഷീജയുടെ സഹോദരൻ ആരോപിച്ചു. ഇവിടെ ഒരു പയ്യനുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേര് സജി എന്നാണ്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ തങ്ങളിൽ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പം ഇതിനു മുമ്പ് പലതവണ ഞാൻ അവൾ പറഞ്ഞിട്ടുണ്ട്, വിലക്കിയിരുന്നു. പക്ഷെ അന്ന് പുള്ളിക്കാരി കേട്ടിട്ടില്ല. കഴിഞ്ഞ രാത്രി നിലവിളി കേട്ടുവെന്നും പുറത്തിറങ്ങി നോക്കിയപ്പോൾ ശരീരത്തിൽ തീ പടർന്ന നിലയിൽ സ്ത്രീയെ കണ്ടുവെന്നും അയൽവാസി പറഞ്ഞു. ഈ കഥ തുറന്നു ആന്റി അവിടെ ഒരു തീ കത്തുവാണെന്ന് പറഞ്ഞു. അപ്പുറത്തെ പയ്യനും ആ അമ്മയും കൂടെ വന്നു പറഞ്ഞു തീ കത്തുവാണ്. അപ്പൊ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ തീ നന്നേ നിന്ന് കത്തുന്നു. അപ്പൊ ആ പയ്യ ഓടിച്ചെന്ന് മതിലിൽ കൂടെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ആന്റി ഒരു സ്ത്രീ നിന്ന് കത്തുവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്ക്, റെസിഡൻസിൽ അറിയിക്കാന്ന് പറഞ്ഞു. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് DCP നകുൽ ദേശ്മുഖ് പ്രതികരിച്ചു. ഇത് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഫോറൻസിക് പരിശോധനയും ബാക്കി എല്ലാ കാര്യങ്ങൾ കിട്ടിയ ശേഷം നമുക്ക് ഏകദേശം എന്ത് കാരണമാണ്, അതിന്റെ കൂടെ തന്നെ എങ്ങനെ ഈ തീപ്പെട്ടി എങ്ങനെയാണ്, അതെല്ലാം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി. പ്രതിയെന്ന് കുടുംബം ആരോപിക്കുന്ന സജികുമാറിനെ കരമന പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി പത്തനംതിട്ടയിലേക്ക് പോകണം. അവിടെയും വടശ്ശേരിക്കരയിൽ അതും യുവാവിനെ ബന്ധുവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. 30 വയസ്സുള്ള ജോബിയാണ് മരിച്ചത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ നിലയിലായിരുന്നു മൃതദേഹം. കൊലപാതകമാണെന്ന സംശയത്തിൽ ബന്ധുവായ റജിയെയും ഇയാളുടെ സുഹൃത്ത് വിശാഖിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. രാവിലെയാണ് പത്തനംതിട്ട വടശ്ശേരിക്കരയിലെ റജിയുടെ വീട്ടിൽ ബന്ധുവായ ജോബിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് രക്തം വാർന്ന നിലയിലാണ് വീടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. വ്യാഴാഴ്ച ഒരു ബന്ധുവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ജോബി റജിയുടെ വീട്ടിലാണ് രാത്രി കിടന്നുറങ്ങിയത്. ഭിന്നശേഷിയുള്ള റജിയാണ് ജോബി മരിച്ച വിവരം രാവിലെ പോലീസിനെയും അയൽവാസികളെയും അറിയിക്കുന്നത്. റജി തന്നെയാണോ വിളിച്ചു പറഞ്ഞത്? റജി തന്നെയാണ് നമ്മളെ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ മരിച്ച ആളെ അറിയാമോ? മരിച്ച ആള് റജിയുടെ അമ്മാച്ചന്റെ മകനാണ്. ഇപ്പം മരിച്ചത് ജോബി. കഴിഞ്ഞ ദിവസം ചടങ്ങ് എന്തിനും അറിയാം? ഇത് കഴിഞ്ഞ ദിവസം ഒരു ബന്ധുവിന്റെ മരണച്ചടങ്ങ് ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു സംസ്കാര ചടങ്ങ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പം മരണപ്പെട്ടതായിട്ട് കാണപ്പെട്ടിരിക്കുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയത്തില്ല. നടക്കട്ടെ. കണ്ടിട്ട് ഭയങ്കര പരിക്കേറ്റ് കിടക്കുവാണ്. ചോരയിൽ കുളിച്ചാണ് കിടക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ചോരയിൽ കുളിച്ചാണ് കിടക്കുന്നത്. ഇവിടെ എന്തെങ്കിലും നേരത്തെ ആളുകൾ കൂട്ടം കൂടി മദ്യപിക്കുക അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് വിവരങ്ങൾ നമുക്ക് വെളിവായിട്ടില്ല. അയൽവാസികൾ ഒന്നും അറിഞ്ഞിട്ടില്ല. അതെ റജീദ് പറയുന്ന ആൾ തന്നെയാണ് നമ്മളെ വിളിച്ച് വിവരം അറിയിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുള്ളതിനാൽ റജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. റജിയുടെ സുഹൃത്ത് വിശാഖും കസ്റ്റഡിയിലുണ്ട്. ഇരുവരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കൊലപാതകമാണെന്ന സംശയത്തിലാണ് പോലീസ്. റജിയും ജോബിയും തമ്മിൽ രാത്രി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്നും പോലീസ് അന്വേഷിച്ചു വരുന്നു. രാത്രി വീട്ടിൽ മദ്യപാനവും കയ്യാങ്കളിയും ഉണ്ടായെന്നാണ് സൂചന. കൂടുതൽ അന്വേഷണത്തിന് ശേഷമേ സംഭവത്തിൽ വ്യക്തത വരുമെന്ന് പോലീസ് അറിയിച്ചു.
ന്യൂസ് 18 പത്തനംതിട്ട. പത്തനാപുരത്ത് യുവാവിനെ കൊന്നു വനത്തിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ സുഹൃത്ത് പിടിയിലായി. പിറവന്തൂർ സ്വദേശി രജിയെ കൊലപ്പെടുത്തിയ കേസിൽ കറവൂർ സ്വദേശി റഹ്മാൻ ഷാജി എന്ന ഷാജഹാനാണ് പിടിയിലായത്. കേസിലെ ഒന്നാം പ്രതി അനിൽകുമാർ ഒളിവിലാണ്. അനിൽകുമാറിന്റെ ഭാര്യയെ റജി അസഭ്യം പറഞ്ഞ് മർദ്ദിച്ചതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കറവൂർ ചണ്ണക്കാമൺ സ്വദേശി 49 വയസ്സുള്ള റഹ്മാൻ ഷാജി എന്ന ഷാജഹാനാണ് പത്തനാപുരം പോലീസിന്റെ പിടിയിലായത്. പിറവന്തൂർ സ്വദേശി ഓമനക്കുട്ടൻ എന്ന രജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് രണ്ടാം പ്രതിയായ ഷാജഹാനെ പിടികൂടിയത്. കേസിലെ ഒന്നാം പ്രതി അനിൽകുമാർ ഒളിവിലാണ്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: മൂവരും സുഹൃത്തുക്കളാണ്. കഴിഞ്ഞയാഴ്ച രജി അനിൽകുമാറിന്റെ ഭാര്യയെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. ശനിയാഴ്ച രാത്രി വാഴത്തോട്ടത്തിൽ കാവലിനായി പോയ രജിയെ ഇരുവരും ചേർന്ന് മർദ്ദിച്ചു കൊന്ന് പെരുന്തോയിൽ തലപ്പാക്കെട്ട് ഭാഗത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ നാട്ടുകാരനാണ് മൃതദേഹം കണ്ട് വനപാലകരെ വിവരം അറിയിച്ചത്. പോലീസ് അന്വേഷണത്തിൽ കൊലപാതകമെന്ന സൂചന ലഭിച്ചതോടെ പ്രതികൾ നിരീക്ഷണത്തിലായിരുന്നു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകം സ്ഥിരീകരിച്ചതോടെയാണ് ഷാജഹാനെ പോലീസ് പിടികൂടിയത്. ഇയാളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൂലിപ്പണി ചെയ്തു വന്നിരുന്ന രജി അവിവാഹിതനാണ്. മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചു. ഒളിവിൽ പോയ ഒന്നാം പ്രതി അനിൽകുമാറിനായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പുനലൂർ. നെടുമ്പാശ്ശേരിയിൽ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ നിസാര തർക്കത്തിൽ ഒരു യുവാവ് മരിച്ചത് ഇന്നലെ കേരളം ഞെട്ടലോടെയാണ് കണ്ടത്. CISF ഉദ്യോഗസ്ഥർ യുവാവിനെ കൊന്നതിന് നടുക്കത്തിലാണ് നാട്ടുകാർ. ഐവിൻ ജിജോയുടെ മരണകാരണം തലക്കേറ്റ പരിക്കാണ് എന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ വളരെ വ്യക്തമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേസിൽ 2 പ്രതികളെയും കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രതികൾ കാറിടിപ്പിച്ച് കൊല്ലാൻ തന്നെയുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാറിനടിയിൽപ്പെട്ട ഐവിനെ 37 മീറ്ററോളം വലിച്ചിഴച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്കമാലി തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളി സെമിത്തേരിയിൽ നടന്ന ഐവിന്റെ സംസ്കാര ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിലെ തർക്കത്തിനിടെയാണ് ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ കാർ ഇടിച്ചു കൊന്നത്. തർക്കത്തിനിടെ കാർ ഇടിപ്പിച്ചതിനെ തുടർന്ന് ബോണറ്റിൽ വീണ ഐവിനുമായി 1.5 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കുകയും പിന്നീട് സഡൻ ബ്രേക്ക് ഇട്ട് താഴേക്കിടുകയുമായിരുന്നു. തെറിച്ചുവീണ യുവാവിന്റെ ശരീരത്തിലൂടെ കാർ കയറ്റി. CISF ഉദ്യോഗസ്ഥരായ വിനയ് കുമാർ ദാസ്, മോഹൻകുമാർ എന്നിവരാണ് ക്രൂരമായ കൊലപാതകം നടത്തിയത്. സംഭവശേഷം നാട്ടുകാർ മർദ്ദിച്ചതിനെ തുടർന്ന് പരിക്കേറ്റ വിനയ് കുമാർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന മെഡിക്കൽ റിപ്പോർട്ടിനെ തുടർന്ന് പോലീസ് വിനയ് കുമാറിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. മോഹൻകുമാറിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. വാക്തർക്കം മൊബൈലിൽ പകർത്തിയത് പ്രകോപനത്തിന് കാരണമായെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയ 2 പ്രതികളെയും ഈ മാസം 29 വരെ റിമാൻഡ് ചെയ്തു. തലക്കേറ്റ പരിക്കാണ് ഐവിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. തല മതിലിലോ മറ്റോ ഇടിച്ചതായാണ് സംശയം. ശരീരത്തിൽ മറ്റു പരിക്കുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. അങ്കമാലി തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളി സെമിത്തേരിയിൽ ഐവിന്റെ സംസ്കാരം നടത്തി. സ്വകാര്യ എയർലൈൻ കാറ്ററിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഐവിൻ
അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലെ സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ജിജോ ജെയിംസിന്റെ മകനാണ്. പ്രതികളായ ഉദ്യോഗസ്ഥരെ CISF നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഐവിന്റേത് അതിക്രൂരമായ കൊലപാതകമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണം. നെടുമ്പാശ്ശേരിയിൽ CISFനെതിരായ പരാതികൾ പരിശോധിക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. ഒരു അപകടമല്ല, ക്രൂരമായ കൊലപാതകമാണ്. നമ്മളെല്ലാവരും ഞെട്ടലോടുകൂടിയും വളരെ പ്രയാസത്തോടുകൂടി കണ്ടതാണ്. ഒരു ചെറുപ്പക്കാരനാണ്, 24-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ക്രൂരമായി കൊല ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. അതനുസരിച്ചുള്ള നിയമപരമായ നടപടികളുണ്ടാകണം. കാരണം ഈ വണ്ടിയിൽ മുമ്പിൽ നിന്നിരുന്ന ആളെ തള്ളി മറിച്ചിട്ട് പോലീസ് റിപ്പോർട്ടും അതുതന്നെയാണ്. ബോണറ്റിൽ ദീർഘദൂരം ഓടിച്ചു കൊണ്ടുപോയി ആൾ അപകടത്തിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. അതിൽ ഉത്തരവാദികളായ ആളുകളെ കൊലക്കുറ്റത്തിന് തന്നെ കേസെടുത്ത് അവർക്കെതിരായ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം. CISF ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോഴും DYFI യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ന്യൂസ് 18 കൊച്ചി. പാലക്കാട് മണ്ണാർക്കാട് ബെവ്കോ മദ്യവിൽപ്പനശാലയ്ക്ക് മുൻപിലെ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. കുപ്പിവെള്ളം വാങ്ങിയിട്ട് പണം നൽകാതിരുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് യുവാവിന്റെ ജീവനെടുക്കുന്നതിൽ കലാശിച്ചത്. പുറ്റാനിക്കാട് സ്വദേശി ഇർഷാദ് വെള്ളക്കച്ചവടം നടത്തുമ്പോൾ സാജൻ, ഖാദർ എന്നീ പ്രതികൾ പണം കൊടുക്കാതെ വെള്ളക്കുപ്പിയുമായി പോയി. ഇത് ചോദ്യം ചെയ്ത ഇർഷാദിനെ ബിയർ കുപ്പിക്കൊണ്ട് തലക്കടിച്ചും കുത്തിയുമാണ് പ്രതികൾ കൊന്നത്. കേസിൽ 2 പ്രതികളും പിടിയിലായിട്ടുണ്ട്. 1-ാം പ്രതി സാജനെ കൊലപാതക സ്ഥലത്തെത്തിച്ച് പോലീസ് ഇന്ന് തെളിവെടുപ്പും നടത്തി. അതായത് നിരപരാധിയായ ഒരു മനുഷ്യൻ, ഈ വെള്ളക്കച്ചവടം നടത്തി അതിജീവനം കഴിക്കുന്ന ഒരു മനുഷ്യൻ, ഇയാളെ ഇത്തരത്തിൽ മദ്യലഹരിയിൽ പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ കുത്തിക്കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യ മനസാക്ഷി, ഈ കൊന്നവരുടെ മനസാക്ഷി ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നതൊക്കെ നമ്മൾ വല്ലാതെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 14-ാം തീയതിയാണ് മണ്ണാർക്കാട് ബീവറേജസ് വിൽപ്പനശാലയ്ക്ക് മുന്നിലുണ്ടായ സംഘർഷത്തിൽ പൂച്ചാനിക്കാട് സ്വദേശി ഇർഷാദ് കൊല്ലപ്പെട്ടത്. ഇവിടെ വെള്ളക്കച്ചവടം നടത്തുകയായിരുന്നു ഇർഷാദ്. ഈ സമയം മദ്യം വാങ്ങാനെത്തിയ മണ്ണാർക്കാട് കൈതച്ചിറ സ്വദേശി സാജനും കളത്തിൽ തൊടി സ്വദേശി ഖാദറും പണം കൊടുക്കാതെ കുപ്പിവെള്ളമെടുത്തു. ഇത് ചോദ്യം ചെയ്തതിനാണ് ഇർഷാദിനെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം ഓടിപ്പോയ പ്രതികളിൽ ഖാദറിനെ ഉടനെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് 1-ാം പ്രതി സാജൻ പിടിയിലായത്. പ്രതിയെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മണ്ണാർക്കാട് CI രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത്. ന്യൂസ് 18 പാലക്കാട്. വയോജനങ്ങളോടുള്ള ക്രൂരത സമൂഹത്തിൽ വല്ലാതെ വർദ്ധിക്കുകയാണ്. കണ്ണൂർ പയ്യന്നൂരിൽ വയോധികയ്ക്ക് ചെറുമകന്റെ ക്രൂരമർദ്ദനമേറ്റു. പയ്യന്നൂർ കണ്ടംകാളി സ്വദേശി 88-കാരിയായ കാർത്തിയായനിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. സംഭവത്തിൽ കൊച്ചുമകൻ റിജുവിനെതിരെ പയ്യന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മദ്യലഹരിയിലായിരുന്നു അതിക്രമമെന്ന് പോലീസ് വ്യക്തമാക്കി. പയ്യന്നൂരിൽ കിടപ്പുരോഗിയായ 88-കാരിയെയാണ് മകളുടെ മകൻ അതിക്രൂരമായി മർദ്ദിച്ചത്. കണ്ടംകാളി സ്വദേശി കാർത്തിയായനിക്ക് ഈ മാസം 11-നാണ് വീട്ടിൽ വെച്ച് മർദ്ദനമേറ്റത്. ഹോം നഴ്സ് അമ്മണി രാമേന്ദ്രന്റെ പരാതിയിലാണ് പയ്യന്നൂർ പോലീസ് പ്രതി റിജുവിനെതിരെ കേസെടുത്തത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള മുത്തശ്ശി ഒപ്പം താമസിക്കുന്നതിലെ വിരോധമാണ് മർദ്ദനത്തിന് കാരണമെന്ന് പോലീസിന്റെ FIR-ൽ പറയുന്നു.
മദ്യലഹരിയിലെത്തിയ റിജു മുത്തശ്ശിയെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ചവിട്ടി വീഴ്ത്തുകയും തല ചുമരിലിടിപ്പിക്കുകയും ചെയ്തതായി കോംനേഴ്സിന്റെ പരാതിയിലുണ്ട്. തലയ്ക്കും കൈക്കും പരിക്കേറ്റ കാർത്യായനി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആശുപത്രിയിൽ ആദ്യം കുളിമുറിയിൽ വീണതാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഡോക്ടർമാർ പരിശോധിച്ചപ്പോഴാണ് മർദ്ദനമേറ്റ പാടുകൾ കണ്ടതെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി. പ്രതി റിജുവിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇയാൾ ഒളിവിലാണെന്നാണ് വിവരം. ന്യൂസ് 18 പയ്യന്നൂർ. മകളുടെ പ്രായം പോലുമില്ലാത്ത ഒരു പെൺകുട്ടിയോട് ക്രൂരത കാട്ടിയ 49-കാരന് കോടതി കടുത്ത ശിക്ഷ വിധിച്ച വാർത്തയാണ് ഇനി. പാലക്കാട്ട് നിന്നാണ് ഈ വാർത്തയുള്ളത്. 15-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 43 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. നെല്ലായ സ്വദേശി മണികണ്ഠനെയാണ് ശിക്ഷ വിധിച്ചത്. പാലക്കാട് പോക്സോ കോടതിയിലാണ് വിധി. ശിഷ്ടകാലം മണികണ്ഠന് ഇനിയിപ്പോൾ തടവറയ്ക്കുള്ളിൽ തന്നെ കഴിയാം. വളരെ കൃത്യമായി തന്നെ തെളിവുകൾ കണ്ടെത്തി കാര്യങ്ങൾ അവതരിപ്പിച്ച പ്രോസിക്യൂഷന് അഭിനന്ദനം. ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസിനാസ്പദമായ സംഭവം. 15 വയസ്സുള്ള പെൺകുട്ടിയെ താമസിക്കുന്ന വീട്ടിൽ വെച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നാണ് കേസ്. പ്രതി നെല്ലായ എഴുവന്തല സ്വദേശി 49-കാരൻ മണികണ്ഠന് വിവിധ വകുപ്പുകളിലായി ഇരട്ട ജീവപര്യന്തവും 43 വർഷം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. പട്ടാമ്പി പോക്സോ കോടതിയുടെ ചുമതലയുള്ള പാലക്കാട് പോക്സോ കോടതി ജഡ്ജി സഞ്ജുവാണ് വിധി പ്രസ്താവിച്ചത്. തടവ് ശിക്ഷ അനുഭവിച്ചതിന് ശേഷം വേണം ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നത്. പിഴ ഒടുക്കിയില്ലെങ്കിൽ 3 വർഷം അധിക കഠിന തടവ് അനുഭവിക്കണം. പിഴ സംഖ്യ ഇരയ്ക്ക് നൽകുവാനും വിധിയായി. ഇതിനു പുറമെ അതിജീവിതയ്ക്ക് അധിക ധനസഹായവും നൽകാൻ കോടതി ഉത്തരവിട്ടു. സർക്കിൾ ഇൻസ്പെക്ടർ എം സുജിത്താണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 20 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 35 രേഖകൾ ഹാജരാക്കി. കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ ഹാജരായി. ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറും പട്ടാമ്പി പോക്സോ കോടതിയിലെ ലൈസൺ ഓഫീസറുമായ മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. ED ഏജന്റുമാർ എന്ന വ്യാജേന കേസ് ഒഴിവാക്കുന്നതിന് 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട 2 പേർ വിജിലൻസ് പിടിയിൽ. എറണാകുളം തമ്മനം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നിവരെയാണ് 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങവേ എറണാകുളം വിജിലൻസ് യൂണിറ്റ് കൈയോടെ പിടികൂടിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത കശുവണ്ടി വ്യാപാരിയിൽ നിന്ന് പണം തട്ടാനായിരുന്നു ഇവരുടെ നീക്കം. അതായത് കശുവണ്ടി വ്യാപാരിയോട് പറഞ്ഞു, തങ്ങൾ ഈ കേസ് ഒഴിവാക്കി തരാം, EDയെ സ്വാധീനിക്കാം, അതിന് പണം വേണം. അതിൻ്റെ ആദ്യ ഗഡുവായാണ് 2 ലക്ഷം വാങ്ങാൻ ഒരുങ്ങിയത്. ആ പണം വാങ്ങാനിരിക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വിജിലൻസ് നടത്തിയതും ഇവരെ പിടികൂടിയതും. കൊട്ടാരക്കര സ്വദേശിയും കശുവണ്ടി വ്യവസായിയുമായ പരാതിക്കാരന് കശുവണ്ടി വ്യവസായ സ്ഥാപനത്തിന് ടേൺ ഓവർ കൂടുതലാണെന്നും കണക്കുകളിൽ വ്യാജരേഖകൾ കാണിച്ചതായും മറ്റും ആരോപിച്ച് കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും 2024 സമൻസ് ലഭിച്ചിരുന്നു. അതുപ്രകാരം കൊച്ചി ED ഓഫീസിൽ ഹാജരായ പരാതിക്കാരനോട് വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ ബിസിനസ്സുകളുടെ രേഖകളും കണക്കുകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം കേസെടുക്കുമെന്നും പറഞ്ഞിരുന്നു. തുടർന്ന് ED ഓഫീസിലെ ഏജന്റാണെന്ന് പറഞ്ഞ വിൽസൺ പരാതിക്കാരനെ പല പ്രാവശ്യം ഫോണിൽ ബന്ധപ്പെട്ടു. കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിന് 2 കോടി രൂപ ED ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നു എന്നാണ് വിൽസൺ പറഞ്ഞത്. ED ഓഫീസുമായുള്ള തന്റെ ബന്ധം തെളിയിക്കുന്നതിന് ഓഫീസിൽ നിന്നും വീണ്ടും സമൻസ് അയപ്പിക്കാമെന്ന് വിൽസൺ പരാതിക്കാരനോട് പറഞ്ഞു. തുടർന്ന് ഈ മാസം 14-ന് വീണ്ടും പരാതിക്കാരന് സമൻസ് ലഭിക്കുകയുണ്ടായി. പിന്നീട് ED ഓഫീസിന് സമീപം വെച്ച് വിൽസൺ പരാതിക്കാരനെ കണ്ടു. കേസ് സെറ്റിൽ ചെയ്യുന്നതിന്
50 ലക്ഷം രൂപ വീതം 4 തവണകളായി 2 കോടി രൂപ ആക്സിസ് ബാങ്കിന്റെ മുംബൈയിലുള്ള അക്കൗണ്ടിൽ ഇട്ട് നൽകണമെന്നായിരുന്നു വിൽസന്റെ ആവശ്യം. കൂടാതെ 2 ലക്ഷം രൂപ പണമായി ഏൽപ്പിക്കണമെന്നും 50,000 രൂപ കൂടി അധികമായി അക്കൗണ്ടിൽ ഇട്ട് നൽകണമെന്നും ഇയാൾ പറഞ്ഞു. അക്കൗണ്ട് നമ്പരും പരാതിക്കാരന് കൊടുത്തു. പരാതിക്കാരൻ ഈ വിവരം എറണാകുളം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെ അറിയിച്ചതോടെയാണ് കെണിയൊരുക്കിയത്. പനമ്പള്ളി നഗറിൽ വെച്ച് പരാതിക്കാരനിൽ നിന്ന് 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങവേ വിൽസനെ വിജിലൻസ് സംഘം കൈയോടെ പിടികൂടി. പ്രതി വിൽസനെ ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റൊരു പ്രതിയായ രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷിന്റെ പങ്ക് വ്യക്തമായത്. തുടർന്ന് മുരളി മുകേഷിനെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ED ഉദ്യോഗസ്ഥർക്ക് സംഭവത്തിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 കൊച്ചി. ചിട്ടിയിടപാട് സ്ഥാപനമായ കാരാട്ട് കുറീസ് നിക്ഷേപങ്ങളിൽ നിന്ന് കോടികൾ തട്ടിയ വാർത്ത നേരത്തെ പോലീസ് പെട്രോൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കേസിൽ സ്ഥാപന ഉടമകളായ പ്രതികളെ മലപ്പുറം വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി. എടക്കര സ്വദേശികളായ സന്തോഷ്, മുബഷീർ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിന് എത്തിച്ചത്. മലപ്പുറം വളാഞ്ചേരി മീൻപാറയിൽ പ്രവർത്തിച്ചിരുന്ന കാരാട്ട് കുറീസ് ചിട്ടിക്കമ്പനി ഉടമകളെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കാരാട്ട് കുറീസിന് കേരളത്തിലുടനീളം ചിട്ടി സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ആഴ്ച തവണയായി ചിട്ടികളിൽ ചേർത്ത് തവണ പൂർത്തീകരിച്ചാൽ പണം തരാമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. വളാഞ്ചേരിയിൽ മാത്രം 50-ന് മുകളിൽ പരാതികളാണ് വന്നത്. കോടിക്കണക്കിന് രൂപയാണ് പ്രതികൾ ഇങ്ങനെ തട്ടിയെടുത്തത്. കേസിൽ നിലമ്പൂർ എടക്കര കിഴക്കേതിൽ സന്തോഷ്, കുളിമുണ്ട, പാലോളി, മുബഷീർ എന്നിവരെ പാലക്കാട് ക്രൈംബ്രാഞ്ച് നേരത്തെ പിടികൂടിയിരുന്നു. ഇവരെ തെളിവെടുപ്പിനായാണ് വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രതികളെ വളാഞ്ചേരിയിൽ എത്തിച്ച് തെളിവെടുത്തു. തെളിവെടുപ്പ് പൂർത്തിയാക്കിയാൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്യും. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം കിളിമാനൂർ വെള്ളല്ലൂരിൽ റാപ്പർ വേടന്റെ പരിപാടി റദ്ദ് ചെയ്തതിനെ തുടർന്ന് സംഘർഷമുണ്ടായത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഒരാൾ ഇപ്പോൾ അറസ്റ്റിലായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആറ്റിങ്ങൽ ഇളമ്പ സ്വദേശി അരവിന്ദനെയാണ് നഗരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റുള്ള പ്രതികൾക്കായി പോലീസ് അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. റാപ്പർ വേടന്റെ പരിപാടിക്കായി LED വാൾ സ്ഥാപിക്കുന്നതിനിടെ ഇലക്ട്രീഷ്യൻ ഷോക്കേറ്റ് മരിച്ചതിനെ തുടർന്നായിരുന്നു പരിപാടി റദ്ദാക്കിയത്. പിന്നാലെ പരിപാടി കാണാനെത്തിയവർ സംഘർഷമുണ്ടാക്കുകയായിരുന്നു. കാണികൾക്കും പോലീസിനും നേരെ ഉൾപ്പെടെ ചെളി വാരിയെറിഞ്ഞു. പരിപാടി മുടങ്ങിയ വിവരം രാത്രിയോടെ ഭാരവാഹികൾ മൈക്കിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതോടെയാണ് സ്റ്റേജിലേക്ക് ചെളിയും കല്ലും വാരിയെറിഞ്ഞ് ആരാധകർ പ്രതിഷേധിച്ചത്. ടെക്നീഷ്യൻ മരിച്ചതിൽ മനോവിഷമമുണ്ടെന്നും ഈ സാഹചര്യത്തിൽ വേദിയിൽ പാടാൻ മാനസികമായ ബുദ്ധിമുട്ടുണ്ടെന്നും വേടൻ സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു. മറ്റൊരു ദിവസം ഇതേ നാടിന് മുന്നിൽ പാടാൻ വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അക്രമ സംഭവങ്ങളിൽ ആറ്റിങ്ങൽ ഇളമ്പ സ്വദേശി 23-കാരനായ അരവിന്ദനെയാണ് നഗരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചാണ് പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. വരും ദിവസങ്ങളിൽ സംഭവത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് വിവരം.
18 ആറ്റിങ്ങൽ. പാറശാല KSRTC ഡിപ്പോയിൽ 2 വ്യത്യസ്തമായ സംഭവങ്ങളിൽ ജീവനക്കാർക്ക് സസ്പെൻഷൻ. 2 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. യൂണിറ്റ് അസിസ്റ്റന്റ് R. ഷിബു, കണ്ടക്ടർ ജോണി എന്നിവർക്കെതിരെയാണ് നടപടി. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ കൃത്രിമം കാണിച്ചതിനാണ് യൂണിറ്റ് അസിസ്റ്റന്റുമാർക്കെതിരായ നടപടി. മദ്യപിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയ്ക്ക് വിധേയനാവാതെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി കടന്നുകളഞ്ഞതിനാണ് കണ്ടക്ടർക്കെതിരെ നടപടിയെടുത്തത്. യൂണിറ്റിൽ നിന്നും സ്ഥലം മാറി കഴിഞ്ഞ മാസം 26-നാണ് പാറശാല യൂണിറ്റിൽ R. ഷിബു ജോലിയിൽ പ്രവേശിച്ചത്. മെയ് 1-ന് സുഖമില്ല എന്ന കാരണത്താൽ അവധിയിൽ പോയി. അടുത്ത ദിവസം 2 ആഴ്ചത്തേക്ക് ഡോക്ടർ വിശ്രമം നിർദ്ദേശിച്ചതായി വ്യക്തമാക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പാറശാല യൂണിറ്റിലേക്ക് അയച്ചു കൊടുത്തു. സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നിയതിനെ തുടർന്ന് അധികൃതർ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. സർട്ടിഫിക്കറ്റിൽ കൃത്രിമം നടന്നതായി KSRTC വിജിലൻസ് വിഭാഗം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഷിബുവിനെ സസ്പെൻഡ് ചെയ്തത്. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചത് ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യമായതിനാൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി KSRTC പാറശാല അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ പാറശാല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള പരിശോധനയ്ക്ക് വിധേയനാകാതെ കടന്നുകളഞ്ഞതിനാണ് പാറശാല ഉദിയൻകുളങ്ങര സ്വദേശി ജോണി എന്ന കണ്ടക്ടർക്കെതിരെ നടപടിയെടുത്തത്. പാപ്പനംകോട് ഡിപ്പോയിലെ ജീവനക്കാരനായ ജോണി വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായാണ് വീടിന് സമീപത്തെ ഡിപ്പോയിൽ സേവനമനുഷ്ഠിക്കാനെത്തിയത്. സ്റ്റേഷൻ മാസ്റ്റർ ബ്രത്ത് അനലൈസർ കൊണ്ട് പരിശോധന നടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഇത് വിസമ്മതിച്ചുകൊണ്ട് കുഞ്ഞിന് സുഖമില്ലെന്ന് പറഞ്ഞ് ഇയാൾ കടന്നു കളയുകയായിരുന്നു. അന്ന് രാവിലെ പുറപ്പെടാനുള്ള നാഗർകോവിൽ സർവീസ് ഇതുമൂലം മണിക്കൂറുകൾ വൈകിയാണ് പുറപ്പെട്ടത്. ഇതിന് സമാനമായ സംഭവം അടുത്തിടെയും ജോണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതോടെയാണ് സസ്പെൻഡ് ചെയ്തതെന്ന് KSRTC അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കോന്നി MLA KU ജിനേഷ് കുമാറുമായുള്ള പോരിൽ വനം വകുപ്പിനെ വെട്ടിലാക്കി കൂടുതൽ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വരുന്നു. 6 പേരെ കസ്റ്റഡിയിലെടുത്തെന്ന് റേഞ്ച് ഓഫീസർ പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ലെന്ന വനംവകുപ്പിന്റെ വാദമാണ് ഇതോടെ പൊളിഞ്ഞത്. അതേസമയം വനംവകുപ്പിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും കാട്ടാന ചെരിഞ്ഞ കേസിലെ അന്വേഷണം MLA തടസ്സപ്പെടുത്തിയെന്നുമാണ് ദക്ഷിണമേഖല CCF വനം മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഇതിനിടെ അനധികൃതമായി കസ്റ്റഡിയിലെടുത്തെന്ന പരാതിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുളത്തുമണ്ണിൽ കാട്ടാന ചരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും കസ്റ്റഡിയിലെടുത്തില്ലെന്നായിരുന്നു വനംവകുപ്പിന്റെ ആദ്യത്തെ ന്യായീകരണം. എന്നാൽ 6 പേരെ കസ്റ്റഡിയിലെടുത്തുവെന്ന് റേഞ്ച് ഓഫീസർ തന്നെ MLAയോട് സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് വനപാലകർ വെട്ടിലായത്. 11 പേരെ ഒരു നിയമവും പാലിക്കാതെ വണ്ടിയിൽ ചെന്ന് ഗുണ്ടകൾ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്നു. ഒരു 6 പേരല്ല 11 പേര്. സംഭവവുമായി ബന്ധപ്പെട്ട് വനപാലകർ പ്രദേശവാസികളെ കസ്റ്റഡിയിലെടുത്ത നടപടി നിയമപരമല്ലെന്ന MLAയുടെ വാദം ശരിവെക്കുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങൾ. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങളുണ്ട്. അറസ്റ്റ് ചെയ്ത പേപ്പർ കാണിക്കുക, അറസ്റ്റ് ചെയ്ത പേപ്പർ കാണിക്കുക. രേഖപ്പെടുത്തിയില്ലേ? പിന്നെ തോന്നിയാസം കാണിക്കുന്നത്. പിന്നെ മേടിച്ച് വെക്കാനോ? എടുക്കേ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. എടുക്കേ നിങ്ങൾ കസ്റ്റഡി താഴെ നിനക്കെന്താ ഇതിനകത്ത് റോള്? നിനക്കെന്താ റോള്? എന്തിനാ നിന്നെ വിളിച്ചോണ്ട് വന്നേ? ആന ചത്തു നീ എന്ത് ചെയ്തു? അല്ല എനിക്ക് അങ്ങനെ തീർപ്പൊന്നും വേണ്ട, എനിക്ക് ഒരു തന്നെ ഔദാര്യം വേണ്ട. ഇന്നലെ ഇവിടെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ വ്യക്തത എടുത്തോളാം. തോന്നിയ നിന്നെ പണിയിപ്പിക്കുന്ന ആരാന്ന് എനിക്കറിയാം, മനസ്സിലായല്ലോ. എന്നാൽ MLAയും പോലീസും കസ്റ്റഡിയിലുള്ള ആളെ ബലമായി ഇറക്കിക്കൊണ്ടുപോയെന്നും കേസന്വേഷണം തടസ്സപ്പെടുത്തിയെന്നുമാണ് ദക്ഷിണമേഖല CCF വനമന്ത്രിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. വനംവകുപ്പ് നേരത്തെ കസ്റ്റഡിയിലെടുത്ത 6 പേർ വനംവകുപ്പിനെതിരെ കൂടുതൽ പോലീസിൽ പരാതി നൽകി. അന്യായമായി കരുതൽ തടങ്കലിലാക്കിയെന്നാരോപിച്ചാണ് പരാതി. വനംവകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ കോന്നി DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു.
ന്യൂസ് 18 പത്തനംതിട്ട. തപാൽ വോട്ടുകൾ തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ മുൻമന്ത്രി ജി സുധാകരനെതിരെ കേസെടുത്ത് പോലീസ്. ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തത്. സുധാകരന്റെ വെളിപ്പെടുത്തൽ തള്ളി 1989 CPM സ്ഥാനാർത്ഥി KV ദേവദാസും രംഗത്തെത്തി. ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്നും സുധാകരന്റെ പ്രസംഗം കേട്ടത് അത്ഭുതത്തോടെയാണെന്നും ദേവദാസ് പറഞ്ഞു. അതായത് പറഞ്ഞു കുടുങ്ങിയിരിക്കുകയാണ് സുധാകരൻ എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത ഒരു പ്രസംഗം, അത് പഴയ സംഭവത്തെ ആധാരമാക്കി. ഇതിനു മുൻപും നമുക്കറിയാം ജി സുധാകരൻ ഇത്തരം പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്, പലപ്പോഴും കുടുങ്ങിയിട്ടുണ്ട്, പാർട്ടിയെ കൂടി പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. അതിനൊപ്പമാണ് ഇന്ന് പാർട്ടിയും സുധാകരനെ തള്ളിയ പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. പോസ്റ്റൽ ബാലറ്റിൽ കൃത്രിമം നടത്തിയെന്ന പ്രസ്താവന ജി സുധാകരൻ പിൻവലിച്ചെങ്കിലും പോലീസ് കേസെടുത്തു. ആലപ്പുഴ സൗത്ത് പോലീസിന് നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെയാണ് ജി സുധാകരനെതിരെ കേസെടുത്തത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ്. അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തിരുന്നു. സുധാകരന്റെ വെളിപ്പെടുത്തൽ 1989 CPM സ്ഥാനാർത്ഥി KV ദേവദാസ് തള്ളി. മാധ്യമങ്ങളിലൂടെയുള്ള വാർത്ത കണ്ട് അത്ഭുതപ്പെട്ടു. അങ്ങനെ ഒരു കാര്യം പാർട്ടി നേതാക്കളോ പ്രവർത്തകരോ ചെയ്യില്ല. ജി സുധാകരൻ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. അട്ടിമറി നടന്നിട്ടില്ലെന്ന് ദേവദാസ് ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് സുധാകരൻ കൂട്ടുനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സുധാകരൻ നല്ലൊരു പ്രവർത്തകനും സംഘാടകനുമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള രൂപത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നേതൃത്വവും നൽകിയ സുധാകരൻ. ജി സുധാകരന്റെ പ്രസംഗത്തെ തള്ളുമ്പോഴും അന്നത്തെ LDF പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സെക്രട്ടറിയായിരുന്ന ജി സുധാകരന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. വോട്ട് മറിക്കൽ പോലൊരു പ്രവർത്തിക്ക് സുധാകരൻ കൂട്ടുനിൽക്കില്ല. NG യൂണിയൻകാര് വോട്ടാണ് ചോർച്ച എന്നുള്ള രൂപത്തിലൊക്കെ കണ്ടായിരുന്നു. അതിലും ഞാൻ വിശ്വസിക്കുന്നില്ല. അവരൊന്നും എനിക്കെതിരായി പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ഇനി ആരെങ്കിലുമൊക്കെ ചെയ്തു കാണുമായിരിക്കും, പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല. അവരെല്ലാം എൻ്റെ സ്വന്തം സംഘടനയിലെ പോലെ തന്നെ അവരെയും കാണുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. നമുക്കിനി കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. 3 ഗ്രാം MDMA-യുമായി നെല്ലിക്കുഴി സ്വദേശിയായ യുവാവ് കോതമംഗലം എക്സൈസിന്റെ പിടിയിലായത് 36-കാരൻ ഷെഫീഖ്. വാളയാർ പോലീസിന്റെ വാഹന പരിശോധനയിൽ പച്ചക്കറി ചാക്കുകൾ കടിയിൽ ഒളിപ്പിച്ചു കടത്തിയ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ജലാറ്റിൻ സ്റ്റിക്കും നോൺ ഇലക്ട്രിക് ഡിറ്റനേറ്ററുകളും പിടികൂടി. സംഭവത്തിൽ ലോറി ഡ്രൈവർ കോയമ്പത്തൂർ സ്വദേശി മണികണ്ഠനെ അറസ്റ്റ് ചെയ്തു. 200 ബോക്സുകളിലായി സൂക്ഷിച്ചിരുന്ന 25,400 ജലാറ്റിൻ സ്റ്റിക്കുകളും 12 ബോക്സുകളിലായി 1,500 ഡിറ്റനേറ്ററുകളുമാണ് പിടികൂടിയത്. ക്രിമിനലുകൾക്കൊപ്പം അതിഥിത്തൊഴിലാളി ക്യാമ്പുകളിൽ റെയ്ഡ് നടത്തി പണവും സാധനങ്ങളും അപഹരിച്ച എക്സൈസ് ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ പിടിയിലായത് കഴിഞ്ഞ ദിവസമാണ്. വൻ തട്ടിപ്പാണ് ക്രിമിനൽ സ്വഭാവമുള്ള ഈ ഉദ്യോഗസ്ഥർ കാലങ്ങളായി നടത്തി വന്നതെന്നാണ് വിവരം. കുന്നത്തുനാട് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ, നെല്ലിക്കുഴി പുഴക്കര സലീം യൂസഫ്, തൈക്കാട്ടുകര മേക്കിലക്കാട്ടിൽ സിദ്ധാർത്ഥ് എന്നീ എക്സൈസ് ഉദ്യോഗസ്ഥരെയാണ് താഴീട്ടപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊലപാതക കേസിൽ പ്രതിയായ ചൂണ്ടി തെങ്ങളാംകുഴി മണികണ്ഠൻ ബിലാൽ, ഇയാളുടെ കൂട്ടാളി ജിബിൻ എന്നിവരാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്കൊപ്പം അറസ്റ്റിലായത്. പോലീസ് എന്ന പേരിലാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അതിഥിത്തൊഴിലാളി ക്യാമ്പുകളിൽ ക്രിമിനലുകൾക്കൊപ്പം എത്തി പണം തട്ടിയെടുക്കാറുള്ളത്. ചില മേലുദ്യോഗസ്ഥർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്നാണ് സൂചന. സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് നടക്കുന്നത്. ഇന്നത്തെ പോലീസ് പെട്രോള് ഇതോടുകൂടി പൂർത്തിയാവുകയാണ്. ഏതായാലും വലിയ തോതിലുള്ള ക്രിമിനൽ വാർത്തകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ലഹരി ഉപയോഗത്തിൻ്റെ പേരിലായാലും, അശ്രദ്ധമായ വാഹനമോടിക്കലിൻ്റെ കാര്യമായാലും, നിസ്സാര തർക്കത്തിൻ്റെ പേരിലായാലും ഒക്കെ കൊലപാതകങ്ങൾ, മർദ്ദനങ്ങളൊക്കെ സംഭവിക്കുകയാണ്. ഈ ലഹരി ഇത്തരം സംഭവങ്ങളിൽ, ഇത്തരം ക്രൈം സംഭവങ്ങളില്ലാത്ത സമാധാനപരമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങണം. അതിന് നമ്മളും ശ്രദ്ധിക്കണം. ഒപ്പം നമ്മുടെ സംവിധാനങ്ങളും അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. നമസ്കാരം.